തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കിയവരുടെ നേതൃത്വത്തിൽ വീണ്ടും വിമത നീക്കം. തിരുവമ്പാടി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ലീഗിൽ നിന്നും പുറത്താക്കിയവർ യോഗം ചേർന്നു. അതേസമയം വിമത നീക്കത്തിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ തിരുവമ്പാടി GCC KMCCയുടെ പേരിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചതിനെ തുടർന്നാണ് ലീഗിന്റെ തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിക്കെതിരെ നേതൃത്വം നടപടിയെടുത്തത്. ലീഗിൽ നിന്ന് പുറത്താക്കിയ KA അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കേഡേഴ്സ് മീറ്റ് 2025 എന്ന പേരിൽ ചേർന്ന യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ കൊടി ഉൾപ്പെടെ ഉപയോഗിക്കുകയും ചെയ്തു. പ്രിയങ്ക ഗാന്ധി മത്സരിച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ലീഗിന് ലഭിച്ച കൺവീനർ സ്ഥാനം ലീഗിലെ മുതിർന്ന നേതാവിന് നൽകാതെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഏകപക്ഷീയമായി തീരുമാനിച്ചതാണ് തർക്കത്തിന്റെ തുടക്കം. ഇതിനെതിരെ പ്രതികരിച്ച 5 പേരെ നേതൃത്വം പുറത്താക്കി. സംസ്ഥാന കമ്മിറ്റി നിലവിലെ പ്രശ്നം പരിഹരിക്കാൻ പാറക്കൽ അബ്ദുള്ള, അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവരെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചതിനിടെയാണ് വിമതരുടെ യോഗം. തിരുവമ്പാടിയിലെ ലീഗിനെ വളർത്താനാണ് തിരുവമ്പാടിയിലെ ലീഡർമാരെ മാത്രം വിളിച്ചു ചേർത്ത് യോഗം ചേരുന്നതെന്നും നിലവിലെ മണ്ഡലം പ്രസിഡന്റ് CK കാസിം, മണ്ഡലം സെക്രട്ടറി PG മുഹമ്മദ് ഉൾപ്പെടെയുള്ളവരാണ് പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടാക്കുന്നതെന്നും AK അബ്ദുറഹ്മാൻ. പ്രാദേശികമായ വിഷയങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. പുറത്താക്കിയവരെ തിരിച്ചെടുത്തില്ലെങ്കിൽ അടുത്ത് നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറിച്ച് ചിന്തിക്കേണ്ടി വരുമെന്നും തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടെയായ അബ്ദുറഹ്മാൻ പറഞ്ഞു. യോഗത്തിന് ശേഷം ലീഗിന്റെ കൊടി ഉൾപ്പെടെ ഉപയോഗിച്ച് വിമതർ തിരുവമ്പാടി അങ്ങാടിയിൽ പ്രകടനവും നടത്തി. വിമത നീക്കം വെച്ചുപുറപ്പിക്കില്ലെന്ന് ഇതിനോട് പ്രതികരിച്ച സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വിമത പ്രവർത്തനങ്ങളെ പാർട്ടി അനുവദിക്കുകയില്ല. ആര് നടത്തിയ പാർട്ടി അതിന് കർശനമായിട്ടും നേരിടും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ആസന്നമായിരിക്കെ നടക്കുന്ന ഈ വിമത നീക്കം ഇനി ലീഗ് നേതൃത്വം എങ്ങനെ ചെറുക്കുമെന്നാണ് കാണാനുള്ളത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.